ബിഗ് ബോസ് മലയാളം സീസൺ 6 പുറത്തു പോയിട്ട് രണ്ടാമത് വന്നിട്ടുള്ള രണ്ട് വ്യക്തികളാണ് ഇപ്പോൾ ആ വീടിനകത്തുള്ളത്. ഒന്ന് നമ്മുടെ രതീഷാണ്. ആദ്യ ആഴ്ചയിൽ തന്നെ എവിക്റ്റായിട്ട് പുറത്തു പോയ ആളാണ്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ആഴ്ച കഴിഞ്ഞ് മൂന്നാമത്തെ ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ ഒരു ഫിസിക്കൽ അറ്റാക്ക് നേരിട്ട് പുറത്തു പോയി തിരിച്ചു വന്ന ആളാണ് സിജോ. പക്ഷേ ഇവർ രണ്ടുപേരും തമ്മിൽ ഇപ്പോൾ ഗംഭീരമായിട്ടുള്ള വഴക്ക് നടക്കുകയാണ്. സിജോയും രതീഷും മാത്രം എന്ന് പറയാനായിട്ട് പറ്റില്ല. സിജോ അടങ്ങുന്ന നെക്സ്റ്റ് ടീമും രതീഷും തമ്മിലാണ് വാക്ക് തർക്കം. നമുക്കറിയാം, ഇന്നൊരു യുദ്ധം അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഒരു ടാസ്ക്, യുദ്ധത്തിൻ്റെ പ്രതീതി ഉണർത്തുന്ന ഒരു ടാസ്ക്. അതിൻ്റെ റഫറി ആയിട്ട് രതീഷിനെ ആയിരുന്നു വെച്ചിരുന്നത്. അവിടെ ഒരു പ്രശ്നം ഗബ്രീൻ ടീം ഉന്നയിക്കുന്നത്, ഡെൻ ടീമിൻ്റെ മഞ്ഞ ബോംബ് ടണൽ ടീം നെക്സ്റ്റ് ടീമിനെതിരെ എറിഞ്ഞു എന്നുള്ളതാണ്. അത് രതീഷ് പറയുന്നു, ഞാനത് കണ്ടിട്ടില്ല, ഞാനത് അറിഞ്ഞിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അതിനെ കുറിച്ച് സംസാരിച്ച് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കത്തിലാവുന്നു. ഗബ്രിയും രതീഷും തമ്മിൽ ആദ്യം തർക്കിക്കുന്നു. അത് കഴിഞ്ഞ് വീണ്ടും അതിനിടയ്ക്ക് സിജോ കയറി വരുന്നു. ഇപ്പോൾ സിജോയും രതീഷും തമ്മിൽ ഭയങ്കര വഴക്കാണ്. രതീഷ് പറയുന്നുണ്ട്, ഒരു അതിഥിയാണെന്നുള്ള പരിഗണന എനിക്ക് തരണ്ട, അങ്ങനെ തന്നുകൊണ്ടുള്ള സംസാരിക്കേണ്ട. അപ്പോൾ സിജോ പറയുന്നുണ്ട്, അവരിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ, ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഈ പ്രശ്നം. അപ്പോൾ സിജോ പറയുന്നുണ്ട്, ഈ ഭക്ഷണം കഴിയുന്നത് വരെ മാത്രമേ രതീഷ് ഏട്ടൻ അതിഥി എന്നുള്ള രീതിയിൽ ഞാൻ കാണൂ, അതിനുശേഷം എൻ്റെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടും എന്നാണ് നമ്മുടെ സിജോ പറയുന്നത്. പൊരിഞ്ഞ വഴക്കാണ്. ഗബ്രിയും സിജോയും ഒരു ഭാഗത്ത്, അതേപോലെ രതീഷ് മറുഭാഗത്ത്. പവർ ടീം ഇടപെട്ടിട്ടും ആ വഴക്ക് തീരുന്നില്ല, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.